നമസ്കാരം. അത്ഭുത പ്രതിഭാസമാം ഈ ലോകവും ഓരോ ജീവസ്പന്ദനങ്ങളും. ഇന്നലകൾ ഇന്നുകളുടെ തുടക്കമാം. ഇന്നലകളില്ലാതെ ഇന്നുകളായ നാം വെറും ശൂന്യം. ഇന്നലകളുടെ നന്മകൾ എൻ ശക്തിയത്രേ. മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എന്നിലെ കുറവുകൾ. സൃഷ്ടിയാം ദൈവമേ, നീയല്ലേ എൻ്റെ എല്ലാം. എൻ ഹൃദയത്തിൻ കോണുകളിൽ നീയുണ്ടെന്നും 24 സുഗന്ധം. വരവേൽക്കുന്നു ഞാൻ, വരവേൽക്കുന്നു 25 പുതുവത്സരത്തെ. നമുക്കൊരുമയോടെ ചൊല്ലിടാം ഒരു പുതുവർഷ പുലരി. പ്രിയരെ, ലോകജനത മുഴുവനും ഒരു തീയതിയെ മുൻനിർത്തി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഈ പുതുവർഷത്തിൽ ഈ തീരുമാനങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കിയാലോ? എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്കറിയാം. എല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, പരസ്പരം സഹായിക്കണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യണം. ഇതൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഞാനായിരിക്കുന്ന സമൂഹം സന്തോഷത്തോടെ ജീവിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് കുടുംബത്തെ സ്നേഹിക്കുക, നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അവിടെ നിന്നാണ് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ആദ്യപടി തുടങ്ങേണ്ടത്. നമ്മുടെ സന്തോഷങ്ങളും വേദനകളും പങ്കുവെക്കുമ്പോൾ അവിടെ പുതിയ മാറ്റങ്ങൾ ജനിക്കുന്നു. ഈ മാറ്റങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ക്ഷണികമായ ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ യുവജനങ്ങളെ കൂടെ ഉണ്ടാവുക, പ്രവർത്തിക്കുക. എന്നും മനസ്സിൽ പറഞ്ഞുറപ്പിക്കേണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ ആപ്തവാക്യം ഒരു ചാലക ശക്തിയാണ്. നമ്മുടെ ലോകത്തെ തന്നെ നിലനിർത്തുന്ന ഏറ്റവും വലിയ ചാലക ശക്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. താങ്ക് യു.